ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനാ. ഓക്കെ, ഇപ്പോൾ നല്ല മഴയും കുറേ പ്രശ്നങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ 2 ആനിമേസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ആനിമെ. രണ്ടിൻ്റെയും 2 എപ്പിസോഡ് വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കാണണമെന്നുണ്ടവർക്ക് ഒരു ഫ്രഷ് സംഭവം വേണമെന്നുള്ളവർക്ക് കയറി എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. നമ്മളപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഫസ്റ്റത്തെ ആനിമെ ഐ ക്യാൻ പാരി എവരിത്തിങ്. ഐ പാരി എവരിത്തിങ്. ഓക്കെ, അതാണ് പേര്. അപ്പോൾ പാരി എന്താണെന്ന് ഒട്ടുമിക്ക ഗെയിം കളിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെപ്പൺ ഉപയോഗിച്ചിട്ട് എനിമി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യണതിനാണ് പാരി എന്ന് പറയണത്. അതൊരു വലിയ സ്കില്ലൊന്നും അല്ല, പക്ഷേ ആ സ്കില്ല് വെച്ചിട്ട് ഒരു മെയിൻ ക്യാരക്ടർ എങ്ങനെ ഓവർ പവേർഡ് ആവുമെന്ന് കാണിച്ചു തരുന്ന ഒരു ആനിമയാണ് ഐ പാരി എവരിത്തിങ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ അഡ്വഞ്ചർ ആവാൻ വേണ്ടി കൊതിച്ചിട്ട് ഒരു ഗിൽഡിൽ ചേരാൻ പോവും. അപ്പോൾ ആ ഗിൽഡിൽ അവൻ എടുക്കൂല. അവന് പറയത്തക്ക ഒരു സ്കില്ലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട്. അതുമല്ല, അവനൊരു ചെറിയ കൊച്ചുമായിരിക്കും. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറയും, നീ പോയി എല്ലാ സ്കൂളിലും ചെന്ന് പഠിച്ച് ഏതെങ്കിലും ഒരു സ്കില്ലായിട്ട് വാ, അപ്പോൾ നിന്നെ ഗിൽഡിൽ ചേർക്കാമെന്ന് പറയും. അങ്ങനെ ഗിൽഡിൽ ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ മാജിക്ക് പഠിക്കാൻ പോകും, സ്പോർട്സ്മാൻഷിപ്പ് പഠിക്കാൻ പോകും, സെലറിക്കാവാൻ പോകും. ഒരു സ്ഥലത്തും ഇവൻ രക്ഷപ്പെടില്ല. ആകെ ഇവൻ പഠിക്കണത് പാരി എന്ന് പറയുന്ന സ്കില്ലാണ്. അത് സ്പോർട്സ്മാൻഷിപ്പ് പഠിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് പഠിക്കണ ഒരു സ്കില്ലാണ്. അപ്പോൾ ഇവൻ ഭയങ്കര ഡിപ്രസ്ഡായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷേ അവൻ ഓർക്കും അവൻ്റെ മാസ്റ്റർ പറഞ്ഞത്, നിങ്ങൾക്കൊരു സ്കില്ല് അറിയുള്ളായിരിക്കും, പക്ഷേ അതിനെ നിങ്ങൾ പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് സ്കില്ലായിട്ട് മാറും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇവൻ വീട്ടിൽ ചെന്ന് അപ്പം തന്നെ ഒരു മരം ചെത്തി ഒരു സ്വോർഡ് ഉണ്ടാക്കിയിട്ട് പാരി പ്രാക്ടീസ് ചെയ്യും. കൊല്ലങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. 15 കൊല്ലമൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇവൻ്റെ പെർഫെക്റ്റ് പാരിയാവും. ഇവൻ എന്ത് അറ്റാക്കും ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടും. അതെന്ന് പറഞ്ഞൊരു വലിയ പവറായിട്ടാണ് ഇതിനകത്ത് കാണിക്കണേ. പക്ഷേ നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഇതൊരു വലിയ പവറായിട്ട് തോന്നില്ല. അവൻ്റെ വിചാരം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ചെറിയ സാധനമാണെന്നാണ് വിചാരം. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിൻ്റെ കഥ പറയുന്ന ഒരു ഫ്രഷ് ആനിമയാണ് ഐ പാരി എവരിത്തിങ്. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും അതിൻ്റെ വിഷ്വൽസ്. എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ കമൻറ്റിൽ പറയാം നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന്. 2 എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ, എന്താവും അറിയില്ല. ബട്ട് ആസ് ഫോർ നൗ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ ആനിമയാണ് ഐ ആം നോ ലോങ്ങർ അലൗഡ് ഇൻ അനദർ വേൾഡ്. നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ഇസക്കായ് ആനിമയാണ്. ഇസക്കായ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരു ഫാൻറ്റസി വേൾഡിൽ ജനിക്കുകയും അവിടുത്തെ മാജിക്കും സോഡും എല്ലാം ആയിട്ട് പോകുന്ന അങ്ങനത്തെ ടൈപ്പ് ആനിമയാണിത്. പക്ഷേ ഈ ആനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ആനിമയിൽ നമ്മുടെ ക്യാരക്ടർ ഇതിലൊന്നും ഡസൻ ഗീവ് എ ഷിറ്റ് എന്നൊക്കെ പറയൂലേ, ആ ക്യാരക്ടറാണ് നമ്മുടെ എം സി എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ മരിക്കണത് ലവറിൻ്റെ ഒപ്പം ജീവിതം മടുത്തു, എർത്തിലെ ജീവിതം മടുത്തിട്ട് ഡബിൾ സൂയിസൈഡ് ചെയ്യും. അങ്ങനെ ഡബിൾ സൂയിസൈഡ് ചെയ്യണ സമയത്ത് ഇവനെ വേറെ ഫാൻറ്റസി വേൾഡിൽ സമ്മൺ ചെയ്യുകയും അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ ഗോഡസിനെ തെറിവില്ല, ഞാൻ മരിക്കാൻ നടക്കുന്ന ഒരാളാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെയാണ് പുള്ളി ഗോഡസിൻ്റെ അടുത്ത് ചോദിക്കണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആനിമയാണിത്. മരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ക്യാരക്ടർ വേറൊരു ലോകത്ത് ചെന്നിട്ടും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി നടക്കണ ഒരു ക്യാരക്ടറിൻ്റെ ആനിമയാണ് ഐ ആം നോ ലോങ്ങർ അലൗഡ് ഇൻ അനദർ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ അതുകൊണ്ട് ഫുഡായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പോയിസൺ ടാബ്ലറ്റ്സാണ്. പുള്ളി സ്നാക്ക് പോലെയാണ് പോയിസൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കണത്.
അപ്പോൾ ഇതൊരു കോമഡി രീതിയിലാണ് അവതരിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ അവതരണ രീതിയും എല്ലാം അടിപൊളിയാണ്. നിങ്ങളിനിയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാണ്. കാരണം ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിമേസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമയാണ് ഈ ആനിമെ. ആസ് ഫോർ നൗ ഇതെന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാങ്കയൊന്നും വായിച്ചിട്ടില്ല. ഞാൻ മാങ്ക വായിക്കുന്ന ഒരാളല്ല. സോ എൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണേ, സജഷൻ തരണത്. നിങ്ങൾ ഫസ്റ്റ് 2 എപ്പിസോഡ് കണ്ടു നോക്ക്. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 2 സജഷൻസ്. ഫസ്റ്റത്തെ ഐ പാരി എവരിത്തിങ്, സെക്കൻഡ് മരിക്കാൻ വേണ്ടി നടക്കുന്ന ഇസക്കായി ഹീറോ. അതാണ് സെക്കൻഡ് സജഷൻ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ആനിമേസിൻ്റെ എപ്പിസോഡ്സ് കണ്ടു കഴിഞ്ഞ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ആൻഡ് പ്ലീസ് ലീവ് എ ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.